Hi friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക്കലി വരുന്ന കമ്പോണൻ്റ് ആണ് റെസിസ്റ്റൻസ്. ഏതൊരു ഇലക്ട്രോണിക്സ് സർക്യൂട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൽ ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്ത സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് എല്ലാ സർക്യൂട്ടിലും വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കളർക്ക് വേരിയൻ്റ് അനുസരിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ചാർട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കളർ കോഡിങ് എങ്ങനെയാണ് ആ ഒരു കളർ കോഡിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയണം. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എങ്ങനെ ഉപയോഗിക്കണം, അതേപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം, അതേപോലത്തുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ ചെറുങ്ങനായിട്ട് ഓംസിലോ ഓംസിലോ വോൾട്ടേജൊക്കെ പറയുമ്പോൾ ചെറുങ്ങനായിട്ട് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. നിങ്ങൾക്ക് കാണുന്ന ഈ പിക്ചറിലെ ഇതേപോലെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. അതായത് നമ്മളൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഒരു കറണ്ടിൻ്റെ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ആ ഒരു അളവിനെ കുറക്കാൻ വേണ്ടി, അതായത് ആ ഒരു അളവിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മളോട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു ഇടയ്ക്ക് നമ്മൾ ഒരു ബോക്സ് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ബോക്സിൻ്റെ നമ്മൾ മുകളിലേക്കും താഴേക്കും പൊന്തിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിന് പോകാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടേ വരും. ഈ ഒരു ഗേറ്റ് എത്ര താവുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കുറവേ വരും. എത്ര പൊങ്ങുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടുതൽ വരും. ഇതേപോലെ തന്നെയാണ് റെസിസ്റ്റൻസിൻ്റെയും കാര്യം. അതായത് എത്ര നമുക്ക് റെസിസ്റ്റൻസ് കുറയുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എണ്ണം കൂടാൻ സാധിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എത്ര കൂടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, നമുക്ക് കറണ്ടിനനുസരിച്ച്, അതായത് നമുക്ക് ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെ. ഓക്കെ, ഇതൊരു ബൾബാണെന്ന് വിചാരിക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൊടുത്താൽ ഇതൊരു 10 വാട്ട്, അതായത് ഇതൊരു 9 വാട്ട് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിവൈസിക്ക് നമുക്ക് ആവശ്യമുള്ള കറണ്ട് എന്ന് പറയുന്നത് വെറും 4 വാട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന 9 വാട്ടിൽ നിന്ന് വരുന്ന 5 വാട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു 5 വാട്ടിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നിന്ന് മാറ്റണം. ബാറ്ററിയിൽ നിന്ന് 9 വാട്ട് തന്നെയാണ് വരുന്നത്, പക്ഷെ നമുക്ക് ആ ഒരു 5 വാട്ട് ആക്കാൻ പറ്റില്ല ബാറ്ററിയിൽ നിന്ന് വരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു റെസിസ്റ്റൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഭവത്തെ, അതായത് നമുക്ക് അത് ഇതാക്കാൻ സാധിക്കും. വോൾട്ടേജ് വരുന്നത് നമുക്ക് കുറക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് 9 വാട്ട് വരുന്നെങ്കിൽ ഇവിടത്തേക്ക് എത്തുന്നത് 4 വാട്ട് തന്നെയായിരിക്കും. 9 വാട്ട് ആയിരിക്കില്ല, 4 വാട്ട് ആയിരിക്കും. ബാക്കി വരുന്ന 5 വാട്ട് ഈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ഒരു സംഭവത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ വോൾട്ടേജ്, അതായത് ഓംസ് ലോ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു സർക്യൂട്ട് നോക്കാം. അതിന് ശേഷം നമുക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ വരേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ചെറിയൊരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഒരു ബാറ്ററിയാണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ബൾബ് കൂടി വേണം. ഇവിടെ ഒരു ബൾബ് കൂടി വെക്കുകയാണ്. ഇതൊരു ബൾബാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, LED ആണ്, നമുക്ക് ബൾബാണ്. ഒരു റെസിസ്റ്റൻസ് കൂടി ഇവിടെ ഉണ്ട്. ഇത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കത് വേണ്ടത് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം ഇതിൻ്റെ കറണ്ടിൻ്റെ, അതായത് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 9 വാട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബൾബിൻ്റെ വാട്ട് എന്ന് പറയുന്നത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 4 വാട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വാട്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോത്തെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്താണ് വോൾട്ടേജ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 വാട്ട്, നമുക്ക് ഒഴിവാക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് 5 ആണ്. ഞങ്ങൾക്ക് എങ്ങനെയാണ് ആ 5 കിട്ടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സോഴ്സ് വരുന്നത് 9 വാട്ടാണ്. അതിൽ നിന്ന് എൻ്റെ LEDക്ക് ആവശ്യമുള്ളത് 4 വാട്ടാണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് എത്രയാണ്, 5 വാട്ടാണ്. അങ്ങനെയാണ് എനിക്ക് 5 വാട്ട് ആവശ്യം. അപ്പോൾ എനിക്ക് 5 വാട്ടാണ് LED ഉപയോഗിക്കേണ്ടത്. നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് 5 വാട്ടാണ്. അപ്പോൾ നമുക്ക് 5 വാട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഓംസ് ലോയുടെ ഇക്വേഷനാണ്. റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R എന്ന് പറയുന്നത് V/I ആണ്. ഓക്കെ, നമുക്കിവിടെ V അറിയാം. V എന്താണ്, സോഴ്സിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എത്രയാണ്, 9 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു LEDക്ക് ആവശ്യമുള്ളത് 4 ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 വാട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ V എന്ന് പറയുന്നത് 5 എന്ന് എഴുതുന്നു. നമുക്ക് I എന്ന് പറയുന്നത്
ഏകദേശം ഒരു 1 ആംപിയർ ആണ് നമുക്ക് പറയാം. ബാറ്ററിയിൽ നിന്ന് വരുന്നത് 1 ആംപിയർ ആണ്. സാധാരണ ബാറ്ററിയിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും എത്ര ആംപിയർ ആണ് വരുന്നതെന്ന്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 1 എഴുതുന്നു. അപ്പോൾ നമുക്ക് R ആണ് അറിയേണ്ടത്. അപ്പോൾ R is equal to 5/1. 5 ഹരിക്കണം 1 എന്ന് വെച്ചാൽ എത്രയാണ്, 5 ആണ്. അപ്പോൾ നമുക്ക് 5 ohms എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ohms ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂ കിട്ടി. എന്താണ്, 5 ohms ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട റെസിസ്റ്റൻസ്. ഓക്കെ, ഓംസ് എഴുതുന്നത് ഈ ഒരു സിമ്പിളാണ് ഓംസ് എഴുതുന്നത്. നമുക്കൊരു മലയാളത്തിൽ റാ എഴുതുന്ന പോലെയാണ് നമ്മളുടെ ഇവിടെ സാധാരണ ഓംസ് എഴുതുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഓംസിൻ്റെ സിമ്പിൾ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് റെസിസ്റ്റൻസ് വേണമെങ്കിൽ സാധാ അതിൻ്റെ നിങ്ങൾക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ആ ഒരു കളർ കോഡിങ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയാൻ സാധിക്കും. എന്തായാലും ഞാൻ അതിന് വരുന്ന വീഡിയോയിൽ ആ കളർ കോഡിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യാം, ഇഷ്ടമെന്ന് ഡിസ്ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.